الرحيم الحمد لله رب العالمين والصلاة والسلام على نبينا محمد وآله وصحبه أجمعين أما بعد الله سبحانه وتعالى അമലുകൾ നമുക്ക് നിർബന്ധമാക്കുകയും അത് പഠിപ്പിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തെ പറ്റി മുഅ്മിനീങ്ങൾക്ക് നിഅമത്താണെന്ന് പറയാൻ കാരണം ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹും അൽ കിതാബ വൽ ഹിക്മ. ലഖദ് മന്നല്ലാഹു, തീർച്ചയായും അല്ലാഹു അനുഗ്രഹം ചെയ്തിരിക്കുന്നു. ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം, അവരിൽ നിന്നും തന്നെയുള്ള അവരുടെ അവസ്ഥകളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന, വികാരങ്ങളൊക്കെ അറിയാൻ സാധിക്കുന്ന, സാഹചര്യങ്ങളൊക്കെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരാളെ തന്നെ റസൂലായി, അധ്യാപകനായി നാം അവർക്ക് നൽകിയത് ഒരു വലിയ നിഅമത്താണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾക്കിടയിൽ ജീവിച്ച് വളർന്ന് വന്ന ആളാണ്, അല്ലെങ്കിൽ ആ മക്കക്കാർക്കിടയിൽ. അതുകൊണ്ട് ആളുകൾ എങ്ങനെയാണ്, അവരോട് എങ്ങനെയാണ് മസ്അല പറഞ്ഞു കൊടുക്കേണ്ടത്? ചില വിഷയങ്ങളിൽ വ്യത്യസ്ത മസ്അലകൾ വ്യത്യസ്തരായ ആളുകളോട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരേ വിഷയത്തിനുള്ള വ്യത്യസ്ത ഫത്വകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ചില ഹദീസുകളിൽ നമ്മൾ ബാഹ്യമായ വൈരുദ്ധ്യങ്ങൾ കാണുന്നത്, പക്ഷെ മാനവി ഉള്ളിൽ അതൊന്നായിരിക്കും. കാരണം വന്ന് ചോദിക്കുന്ന ആള്, അയാളുടെ വ്യക്തിത്വം, അയാളുടെ സാഹചര്യം, അയാൾക്ക് ദീനുമായിട്ടുള്ള ബന്ധം, ഇതെല്ലാം നോക്കിയിട്ടായിരിക്കും മസ്അലകൾ പറയുക. വ്യത്യാസം വരാത്ത, അതല്ലെങ്കിൽ അഭിപ്രായങ്ങൾ പലതായി പോവാത്ത ഒറ്റ വിഷയമേ ദീനുൽ ഇസ്ലാമിലുള്ളൂ. അതേതാ? അഖീദയാണ്, ആദർശമാണ്, വിശ്വാസമാണ്. അതിൽ രണ്ടില്ല. എന്നാൽ അമലുകളുടെ കാര്യത്തിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരോടും പറഞ്ഞത് ഒരുപോലെയല്ല. കാരണം എല്ലാവരുടെയും ശാരീരിക താഖത്ത്, ഖുവ്വത്ത് ഒന്നല്ല, പലതാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തന്നെ ഖൗലും ഫിഇലും വൈരുദ്ധ്യമായ, അതായത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു നിങ്ങൾ ഇന്നത് ചെയ്യണം, എന്നാൽ ചെയ്തത് മറ്റൊന്നാണ്. അങ്ങനെ വന്നാൽ നാം എന്ത് നിലപാട് ആ വിഷയത്തിൽ സ്വീകരിക്കണം? ഉലമാക്കൾ പറഞ്ഞു ഖൗല് സ്വീകരിക്കണം, ഫിഇല് സ്വീകരിച്ചുകൂടാ. ഖൗല് സ്വീകരിക്കണം എന്ന് പറയാൻ കാരണം ഫിഇല്, ആ പറഞ്ഞ കാര്യത്തിലെ പ്രവൃത്തി ആളുകളുടെ താക്കത്തനുസരിച്ചുള്ളത് ആയിരിക്കും. ചിലപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അങ്ങനെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവൂല, ചിലപ്പോൾ സാഹചര്യം അനുകൂലമായിട്ടുണ്ടാവൂല, അതല്ലെങ്കിൽ ശാരീരിക സുഖമുണ്ടായിട്ടുണ്ടാവൂല. ഉദാഹരണത്തിന് നിന്ന് മൂത്രമൊഴിക്കൽ പോലെ. എല്ലാം മസാല എന്താ? നിന്ന് മൂത്രമൊഴിക്കാൻ പറ്റുമോ ഇല്ലയോ? പറ്റൂല. അതായത് ഇരുന്ന് മൂത്രമൊഴിക്കണം എന്നാണ് കൽപ്പന. എന്നാലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് മൂത്രമൊഴിച്ചിട്ടും ഉണ്ട്. അപ്പൊ ഖൗല് ഇരുന്ന് മൂത്രമൊഴിക്കണം, നിൽക്കരുത് എന്നാണ്. നിൽക്കൽ ശൈത്താനെന്നാ പറഞ്ഞു. അതേ സമയത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഫിഇലിൽ എന്ത് വന്നു? നിന്ന് മൂത്രമൊഴിച്ചതും വന്നു. അപ്പൊ രണ്ടും വൈരുദ്ധ്യമായി. ഇവിടെ നമ്മൾ സ്വീകരിക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖൗലാണ്. ഇരുന്നു കൊണ്ട് മൂത്രമൊഴിക്കണം എന്ന് കൽപ്പിച്ച കൽപ്പനയെ സ്വീകരിച്ച് ഇരുന്നെ മൂത്രമൊഴിക്കണം. എന്നാൽ ഫിഇലോ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സമയത്തുള്ള സാഹചര്യം എന്തോ ഇരിക്കാൻ സൗകര്യപ്രദമായിരുന്നില്ല, അതുകൊണ്ട് നിന്നതാണ്. അങ്ങനെയാണ് അമലുകൾ, മസ്അലകൾ അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ പ്രധാനമായും 5 നേരത്തെ നിസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും മസായിലുകൾ ഉണ്ട്. സലഫി ഉലമാക്കൾ പറഞ്ഞു മദ്ഹബിന്റെ അഭിപ്രായങ്ങൾ അമലുകളുടെ കാര്യത്തിൽ സ്വീകരിക്കുന്നത് തെറ്റല്ല, തെറ്റെന്ന് പറയാൻ പറ്റൂല. പക്ഷെ ദലീലിനോട് യോജിക്കണമെന്ന നിബന്ധനയോടുകൂടി മാത്രം. സരീഹായ
ഖാലല്ലാഹ് വഖാല റസൂലുള്ളാഹ് എന്ന ദലീല് മുന്നിലുള്ളപ്പം പിന്നെ നമുക്ക് അഭിപ്രായം സ്വീകരിക്കേണ്ട കാര്യമില്ലല്ലോ, അങ്ങോട്ട് പോകണ്ടല്ലോ നമ്മള്. ആ ദലീലിൽ നിന്നാ മതി, ആ നസ്സിൽ നിന്നാ മതി, ഖുർആനിലും ഹദീസിലും. എന്നാൽ ഈ രണ്ടിലും നമുക്ക് മനസ്സിലാവാത്ത വിഷയം വന്നാലോ? ഖുർആന്റെ നസ്സ് കൊണ്ട് ഒരു അഭിപ്രായം പറയാൻ സാധിക്കാത്തൊരു വിഷയം, അതല്ലെങ്കിൽ ഹദീസിന്റെ നസ്സ് കൊണ്ട് നമുക്ക് അഭിപ്രായം പറയാൻ സാധിക്കാത്ത ഒരു വിഷയം, അതിൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് അതിന്റെ ഈ രണ്ട് ദലീലുകളും മുന്നിൽ വെച്ച് ഇജ്തിഹാദ് ഗവേഷണം ചെയ്ത് അതിനുള്ളിൽ നിന്നൊരു മസല കണ്ടെത്താനുള്ള ഇൽമുമില്ല നമ്മളെ പോലത്തെ ആൾക്കാർക്ക്. എന്ത് ചെയ്യും? അപ്പൊ ഒരു ഇമാമിന്റെ ഖൗലിനെ നമ്മൾ ഫോളോ ചെയ്യും. അത് തെറ്റല്ല, അത് തെറ്റായി ലോകത്താരും പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ലോകത്തെ അറിയപ്പെട്ട പ്രഗത്ഭരായ സലഫി ഉലമാക്കളെല്ലാം ഫിഖ്ഹിൽ ഏതെങ്കിലും ഒരു മദ്ഹബിന്റെ താബിആണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാഹു തആല തൊട്ട് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മഹുല്ലാഹ് തൊട്ട് ഈ അടുത്ത കാലത്ത് കഴിഞ്ഞു പോയ അല്ലാമ ഇബ്നു ബാസ് റഹ്മഹുല്ലാഹ്, ഷെയ്ഖ് അൽബാനി റഹ്മഹുല്ലാഹ്, അല്ലാമ ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ലാഹ്, ഇവരൊക്കെയും നിലവിലുള്ള ഷെയ്ഖ് സാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ലാഹ് വരെയും ഹംബലി മദ്ഹബിന്റെ താബിആണ്. ഫിഖ്ഹിൽ ഏതാ നിങ്ങളുടെ മദ്ഹബ് എന്ന് ചോദിച്ചാൽ ഹംബലി എന്ന് പറയും. നമ്മൾ എന്ത് പറയും? ഷാഫിഇയാണ്. നമ്മുടെ നാട്ടിൽ പണ്ട് നമ്മൾ പഠിച്ചു വന്ന ഷാഫിഇ മദ്ഹബാണ്, അത് തെറ്റല്ല. പക്ഷെ ഇടക്കാലത്ത് നമ്മുടെ പ്രാസ്ഥാനിക സഹോദരങ്ങൾക്ക് ഒരു ചെറിയ പ്രശ്നം അതിൽ പറ്റിയിട്ടുണ്ട്. അതായത് ഈ മദ്ഹബിന്റെ ഇമാമിങ്ങളെ മുഴുവനും തഴയുക എന്നുള്ളൊരു സംഭവം അതുണ്ടായിക്കൂടാ. അവരെ അടച്ച് ആക്ഷേപിക്കുക എന്നുള്ളൊരു രീതി അത് സലഫുകൾക്ക് യോജിച്ച പരിപാടിയല്ല, മൻഹജിന് എതിരാണ്. കാരണം മസ്അലകളിൽ ചിലപ്പോൾ ചില ഇമാമുകളുടെ കൗലുകളെ ഫോളോ ചെയ്യേണ്ടി വരും. ഇന്നാൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, കാരണം അയാൾ മുജ്തഹിദായിരിക്കും. ആ ഇമാമിന് ദലീലുകൾ വെച്ച് ഗവേഷണം ചെയ്ത് ഒരു മസ്അല പറയാനുള്ള ഇൽമുണ്ടാവും. അയാൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ശരിയാണെങ്കിൽ അയാൾക്ക് 2 കൂലിയുണ്ട്, തെറ്റിയാലോ അയാൾക്ക് 1 കൂലിയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അങ്ങനെയാണ്. അപ്പൊ അതാണ് അമലുകളുടെ കാര്യം. അതുകൊണ്ട് തന്നെ നിസ്കാരത്തിന്റെ ഷർത്തും ഫർദുകളും വുദൂഇന്റെ ഷർത്തും ഫർദും ഒക്കെ പറയുമ്പോൾ ചിലപ്പോ എന്ത് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാം. അത് സ്വാഭാവികമാണ്. കാരണം അവര് ഖുർആനിലും ഹദീസിലും വ്യക്തമായി വന്നതിന് അങ്ങനെ തന്നെ പറയും. അതേസമയം വ്യക്തമായ ഒരു ദലീലില്ലാത്ത എന്നാൽ അതിനുള്ളിൽ നിന്നും ഒരു മസല പറയേണ്ടി വരികയും ചെയ്താൽ ഗവേഷണം ചെയ്ത് ഇജ്തിഹാദ് ചെയ്ത് അവരുടെ അഭിപ്രായങ്ങൾ പറയും. അത് ദലീലിനോട് കൂടുതൽ യോജിച്ചത് ഏതാണോ അത് നമ്മൾ സ്വീകരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത് പറയാനുള്ള നവാഖിദുൽ വുദൂ ആണ്. വുദൂഇനെ മുറിക്കുന്ന കാര്യങ്ങളാണ് നവാഖിദുൽ വുദൂ. ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മഹുല്ലാഹിന്റെ അഭിപ്രായത്തിൽ 8 എത്രണ്ണം ഉണ്ട്? 8 എണ്ണമുണ്ട്. എന്നാൽ ചില ഇമാമികളുടെ അഭിപ്രായത്തിൽ 5 എണ്ണേ ഉള്ളൂ. ചില ആളുകൾക്ക് 8-നേക്കാൾ അധികമാവാം. അതൊക്കെ അവരുടെ ഇജ്തിഹാദുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ആ അഭിപ്രായ വ്യത്യാസങ്ങളെ നമ്മൾ എന്ത് ചെയ്യും? ഉൾക്കൊള്ളും. അവരാരെയും നമ്മൾ ആക്ഷേപിക്കൂല. അതേസമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിന്റെ മസ്അലകളിലാണ് ഇങ്ങനെ അഭിപ്രായ വ്യത്യാസം വന്നതെങ്കിലോ സ്വീകരിക്കാൻ നിർവാഹമില്ല. അതിൽ അഭിപ്രായ വ്യത്യാസം വരൂല, അത് പക്കയാണ്. എന്ന് തൊട്ട് ആദം അലൈഹിസ്സലാത്തു വസ്സലാം തൊട്ട് ഇലാ യൗമിൽ ഖിയാമ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒറ്റ മസ്അല മാത്രമേ ഉള്ളൂ, അതിൽ ഇഖ്തിലാഫ് വരൂല. അഖീദയിൽ ഇഖ്തിലാഫില്ല. വനവാഖിദുഹു 8. വുദൂഇനെ മുറിക്കുന്ന കാര്യങ്ങൾ 8 എണ്ണമാണ്. 1 അൽ ഖാരിജു മിനസ് സബീലൈൻ, രണ്ടാൽ ഒരു വഴിയിലൂടെ എന്തെങ്കിലും പുറത്തേക്ക് പോവുക, മുൻദ്വാരത്തിലൂടെയോ പിൻദ്വാരത്തിലൂടെയോ. 2 അൽ ഖാരിജുൽ ഫാഹിഷുൻ നജിസു മിനൽ ജസദി, ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് നിന്നും നജസായ ഒരു വസ്തു വളരെ മോശമായ അവസ്ഥയിൽ പുറത്തേക്ക് പോവുക. അത് അണ്ടർലൈൻ ചെയ്യണം. അൽ ഫാഹിഷ്, മോശമായ അവസ്ഥയിൽ പുറത്തേക്ക് പോവണം. നമുക്ക് വിശദീകരണം പറയാം. ഉദാഹരണത്തിന് രക്തം നജസാണ്, അത് മുൻദ്വാരത്തിലൂടെയോ പിൻദ്വാരത്തിലൂടെയോ കുറച്ചെങ്കിലും വന്നാൽ വുദൂ പോയി. കാരണം മുൻദ്വാരത്തിലൂടെയും പിൻദ്വാരത്തിലൂടെയും എന്തു വന്നാലും വുദൂ ബാത്തിലാണ്. അതേസമയം ഒരു കുരു പൊട്ടി
മുഖക്കുരു പൊട്ടി, അതല്ലെങ്കിൽ ശരീരത്തിന്റെ ഭാഗങ്ങളിൽ എവിടെയെങ്കിലും പൈപ്പോ മറ്റോ വെച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ, അള്ളാഹു ആഫിയത്ത് നസീബാക്കട്ടെ. ആ ദ്വാരത്തിലൂടെ രക്തമോ അതല്ലെങ്കിൽ ചലമോ നജസായിട്ടുള്ള എന്തെങ്കിലും വസ്തു വന്നു, അതും ഫാഹിഷായി വരണം, കണ്ടാൽ ഇത് ഒരുപാടുണ്ടല്ലോ എന്ന് തോന്നുന്ന അവസ്ഥയിലാണെങ്കിൽ അതും വുദൂഇനെ മുറിക്കും. മുൻദ്വാരത്തിലൂടെ അല്ലല്ലോ, പിൻദ്വാരത്തിലൂടെ അല്ലല്ലോ, കണ്ണിലൂടെ വന്നല്ലേ, ചെവിയിലെ വന്നല്ലേ, മൂക്കിലെ വന്നല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല. ഫാഹിഷാണെങ്കിൽ നജസുമാണെങ്കിൽ വുദൂ മുറിയും. മൂന്നാമത്തത് സവാലുൽ അഖൽ, ബുദ്ധി നീങ്ങിപ്പോവുക. 4 മസ്സുൽ മർഅതി ബിശഹ്വ, വികാരത്തോടു കൂടി പെണ്ണിനെ തൊടുക. മസലകളുണ്ട്, പറയാം. 5 മസ്സുൽ ഫർജി ബിൽയദി ഖുബുലൻ കാന ഔ ദുബറൻ, മുൻദ്വാരമാവട്ടെ പിൻദ്വാരത്തിലാവട്ടെ കൈകൊണ്ട് തൊടുക, സ്പർശിക്കുക. 6 വഅക്ലു ലഹ്മിൽ ജസൂരി, ഒട്ടകത്തിന്റെ ഇറച്ചി കഴിക്കുക. 7 തഗ്സീലുൽ മയ്യിത്ത്, മയ്യത്തിനെ കുളിപ്പിക്കുക. 8 അർജിദ്ദതു അനിൽ ഇസ്ലാം, ഇസ്ലാമിൽ നിന്ന് മുർത്തദ്ദായി പുറത്തു പോവുക. വൽഇയാദു ബില്ലാഹ്, അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ഇതാണ് വുദൂ മുറിയുന്ന 8 കാര്യങ്ങൾ. ഇനി ഓരോന്നും ശറഹോട് കൂടി നോക്കിക്കോളൂ. 1 അൽ ഖാരിജു മിനസ് സബീലൈൻ, രണ്ടാൽ ഒരു ദ്വാരത്തിലൂടെ പുറത്തേക്ക് എന്ത് വന്നാലും നജസൻ കാന ഔ താഹിറൻ, അത് നജസാണെങ്കിലും ശുദ്ധിയുള്ള വസ്തുവാണെങ്കിലും. ഇപ്പൊ മലവും മൂത്രവും നജസാണ്, എന്തായാലും വന്നാൽ വുദൂ മുറിയും. എന്നാൽ നജസ് അല്ലാത്ത എന്തെങ്കിലും വന്നാലോ, ഉദാഹരണത്തിന് മനിയ് നജസല്ല, നജസല്ലാത്ത മനിയ് വന്നു എന്നതുകൊണ്ട് വുദൂ മുറിയാതിരിക്കൂല. വുദൂ എന്തായാലും മുറിയും. മുറി എന്തായാലും നിർബന്ധമായി, വുദൂ എന്തായാലും മുറിയും, കാരണം അത് ശുദ്ധിയുള്ള സാധനമാണ്. പക്ഷെ ഈ 2 ദ്വാരത്തിൽ ഒന്നിൽ വന്നു, അല്ലെങ്കിൽ ഗോൾഡ് വന്നു. ചില ആൾക്കാർ ഗോൾഡ് അങ്ങനെ കൊണ്ടുവരുന്നുണ്ടല്ലോ, ഗോൾഡ് നജസല്ലല്ലോ. അങ്ങനെ ഗോൾഡ് കൊണ്ടുവന്ന് എയർപോർട്ടിൽ നിന്ന് എന്ത് ചെയ്തു, ഗോൾഡ് മാത്രം പുറത്തേക്ക് ഇട്ടു അല്ലെ, അപ്പം വുദൂ മുറിയോ ഇല്ലയോ? മുറിയും. രണ്ടാമതൊരു ദ്വാരത്തിലൂടെ നജസാവട്ടെ ശുദ്ധിയുള്ളതാവട്ടെ വന്നാൽ വുദൂ മുറിയും. കുല്ലു ഖാരിജിൻ മിൻഹുമാ, ഇവ രണ്ടിലൂടെ പുറത്തേക്ക് എന്ത് വന്നാലും വുദൂ മുറിയും. മിൻ ഗായിത്തിൻ, മലമാവട്ടെ, ഔ ബൗലിൻ, മൂത്രമാവട്ടെ, ഔ റീഹിൻ, ഗ്യാസ് ആവട്ടെ, ഔ ദമിൻ, രക്തമാവട്ടെ, ഔ മനിയിൻ, മനിയാവട്ടെ, ഔ മദിയിൻ, അല്ലെങ്കിൽ മദിയാവട്ടെ. മാ ഹുവൽ മദി? മദിയും വദിയും രണ്ടാണ്. മനിയ്, വദിയ്, മദിയ്, 3 ദ്രാവകങ്ങളുണ്ട്. മനിയ് ബീജം, നജസല്ല, തഹൂറാൻ. വദിയും മദിയും നജസാൻ. മദി എന്ന് പറഞ്ഞാൽ പുരുഷന്മാർക്ക് വികാരം വരുന്ന സമയം മുൻദ്വാരത്തിൽ ഉണ്ടാകുന്ന ദ്രാവകം, മനിയിന് മുമ്പ് വരുന്ന ദ്രാവകം, ഒട്ടിപ്പിടിക്കുന്ന ദ്രാവകം, അതാണ് മദിയ്, നജസാണ്. അത് വന്നാലും വുദൂ മുറിയും. എന്നല്ല, കഴുകിയിട്ട് വേണം വുദൂ എടുക്കാൻ. എങ്ങനെ കഴുകണം? മസലയുണ്ട്. ഷവർ എടുത്തിട്ട് ഇങ്ങനെ അടിച്ചു കൊടുത്താൽ പോരാ, തറ്റത്തൊന്നും അടിച്ച്, കാരണം ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്, കുളിച്ച് ഫ്രഷ് ആയിട്ടുണ്ട്, ഇനിയിപ്പോ കഴുകാൻ നേരമില്ല, അവിടെ ഫ്രഷ് എടുത്ത് ഒന്ന് അടിച്ചിട്ടോ. മാലിക് റഹ്മത്തുള്ളാഹി തആല പറഞ്ഞു, ലക്കറും വൃഷ്ണവും മുഴുവൻ കഴുകിയാലേ ശുദ്ധിയാവും. ഇനി അത് വളരെ കുറച്ചൊക്കെ ആണെങ്കിൽ മഅഫൂൻ അൻഹുവാണ്, അത് മാപ്പ് കിട്ടും, പ്രശ്നമില്ല. ഇതാണ് മദിയ്. വദി എന്ന് പറഞ്ഞാൽ മൂത്രമൊഴിച്ച് കഴിഞ്ഞതിന് ശേഷം ദക്കറിൽ, മുൻദ്വാരത്തിൽ കാണുന്ന ഒരു തരം ദ്രാവകം. ശ്രദ്ധിച്ചു നോക്കണം. നമ്മള് ഏതോ മെയിൻറ്റിൽ വന്നു, താന് പരിപാടി നടക്കുന്നുണ്ട്, കഴിഞ്ഞപ്പോ ഒരു പാട്ട വെള്ളെടുത്ത് വെച്ചിട്ട് എണീച്ച് വന്നു, അതല്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മൂത്രം നിങ്ങൾ ശ്രദ്ധിച്ചോളണം, അത് ചില്ലറ സംഗതിയല്ല, ഖബറിൽ ഏറ്റവും വലിയ ശിക്ഷ അത് ശ്രദ്ധിക്കാത്തവർക്കാണ് കിട്ടുക. മൂത്രവിസർജനം വളരെ ശ്രദ്ധിക്കണം. മൂത്രവിസർജനത്തിന് ശേഷം വരുന്ന ദ്രാവകമാണ് വദി. അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ താക്കത്തിനപ്പുറത്തുള്ള എന്തെങ്കിലും ജോലി ചെയ്താൽ ആ ദ്രാവകം വരും, വദി വരും. ഉദാഹരണത്തിന് 50 കിലോ എനിക്ക് എടുത്ത് പൊക്കാൻ പറ്റുമെങ്കിൽ ഒരു 55 കിലോ ഞാൻ എടുത്ത് പൊക്കിയാൽ ചിലപ്പോൾ ആ ദ്രാവകം വന്നേക്കാം. അതിന്റെ പേരാണ് വദി.
ഇത് രണ്ടും നജസാണ്. മനി എന്തല്ല, നജസല്ല. അപ്പൊ ഇത് വന്നാലും വുദൂ മുറിയും. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യഖ്ബലുല്ലാഹു സ്വലാത അഹദികും ഇദാ അഹദസ ഹത്താ യതവദ്ദ. അശുദ്ധിയായാൽ വുദൂ ചെയ്യുന്നവരെ അള്ളാഹു നിങ്ങളുടെ ആരുടെയും നിസ്കാരം സ്വീകരിക്കുകയില്ല. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും വന്നാൽ അശുദ്ധിയായി നിസ്കരിക്കണമെങ്കിൽ ഒരു വുദൂ ചെയ്തേ പറ്റുള്ളൂ. രണ്ടാമത്തേത് അൽ ഖാരിജുൽ ഫാഹിഷുൻ നജിസു മിനൽ ജസദ്. ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന മോശമായ നജസ്. നേരത്തെ ശുദ്ധിയുള്ള നജസൊക്കെ പറഞ്ഞു. അതെങ്ങനെയാ? രണ്ടാലൊരു വഴിയിലൂടെയല്ലാതെ, മുൻദ്വാരത്തിലൂടെയോ അല്ല പിൻദ്വാരത്തിലൂടെയോ അല്ല, അതിൽ രണ്ടും കൂടിയാണെങ്കിൽ എന്തായാലും മുറി. മൂക്കിലൂടെ വരാം, ഛർദിക്കാം, ചെവിയിലൂടെ എന്തെങ്കിലും വരാം, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ പൈപ്പോ മറ്റോ ഉണ്ടെങ്കിൽ അതിലേ വരാം. ഈ പറയപ്പെട്ട വഴിയിൽ നജസ് വന്നാൽ, ശുദ്ധിയുള്ളതല്ല, നജസ് വന്നാൽ, രക്തം, ജലം, മലം, മൂത്രം, ഇതല്ലാത്ത വഴി കൂടിയും വരാൻ ചാൻസ് ഉണ്ടല്ലോ. ഇത് വന്നാൽ അത് വളരെ അധികമാണെങ്കിൽ, അതാണ് ഫാഹിഷ് എന്ന് പറഞ്ഞു, കാണുന്നവർക്ക് ഇതൊരു ഓവറായിട്ട് തോന്നുന്നുവെങ്കിൽ വുദൂ മുറിയും. ഇപ്പൊ നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടി, ഒരു കുരു ഉണ്ടായിരുന്ന മുഖത്ത്, അത് ചൊറിഞ്ഞപ്പോ പൊട്ടിപ്പോയി. ചെറിയ രക്തം പൊടിഞ്ഞിട്ടേ ഉള്ളൂ, പ്രശ്നമൊന്നുമില്ല. എന്നാൽ കുറച്ചധികം, കാണുന്ന ഒരാൾക്ക് ഒരു അധികം ഫീൽ ചെയ്യുന്ന തരത്തിൽ വന്നാൽ വുദൂ മുറിഞ്ഞു. മുൻദ്വാരത്തും വന്നിട്ടില്ലല്ലോ, മുഖത്തുനിന്ന് വന്നല്ലേ. മുഖത്തുനിന്നാണെങ്കിലും ഫാഹിഷായി നജസായ ഒരു സാധനം വന്നാൽ വുദൂ മുറിയും, വുദൂ ബാത്തിലാകും. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബാക്കളും താബിഈങ്ങളും അത് പ്രത്യേകം ശ്രദ്ധിക്കുമായിരുന്നു. അധികമുണ്ടെങ്കിൽ, ഒരാളൊന്ന് ഛർദ്ദിച്ചു, വുദൂ ചെയ്ത് കഴിഞ്ഞു, എണീക്കുമ്പോ ഒന്ന് വായി നിന്നെങ്കിലും വെള്ളം പുറത്തേക്ക് വന്നു, വുദൂ മുറിയില്ല. എന്നാൽ ശരിക്കും ഛർദ്ദിച്ചു, ഫാഹിഷൻ, വുദൂ എന്തായി? മുറിഞ്ഞു. രണ്ടാമത് വുദൂ ചെയ്തിട്ടേ നിസ്കരിക്കാവൂ. രണ്ട്, അസാലിസു സവാലുൽ അഖ്ലി, ബുദ്ധി നീങ്ങിപ്പോവുക. അതെങ്ങനെയൊക്കെ സംഭവിക്കാം? യന്തഖിദുൽ വുദൂഉ ബിസവാലിൽ അഖ്ലി ബിജുനൂനിൻ, ഒന്നുകിൽ ഭ്രാന്ത് കൊണ്ടാവാം. ഓ അള്ളാഹു കാക്കട്ടെ. കാരണം ഇത് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സ്ക്രൂവും അതും ഇതെല്ലാം മുറുക്കി കൃത്യമായി അനങ്ങാതെ വെച്ചിരിക്കുകയാണ് തലയിൽ. അഥവാ ഏതെങ്കിലും ഒരു സ്ക്രൂ ലൂസായാൽ നമ്മൾ പേരെ മാറി, നമ്മൾ പിന്നെ ഒന്നുമല്ലാതെയായി. അല്ലാഹു കാക്കട്ടെ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ബറസി വൽ ജുദാമി വഅഊദു ബിക മിനൽ ജുനൂനി വമിൻ സയ്യിഇൽ അസ്ഖാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തായ ദുആയാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ബറസ്, വെള്ളപ്പാണ്ട്. ഇപ്പൊ ആ രോഗമുണ്ടോ? പണ്ട് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഒരു ഫാമിലിനെ കാണാൻ ഈ വെള്ളപ്പാണ്ടിന്റെ രോഗം പിടിച്ചു, അല്ലെ? ബറസ്. അത് പകർച്ചവ്യാധിയാ? പകരോ? ഇല്ല. പക്ഷേ ആളുകൾ അകറ്റു. വൽജുദാം, കുഷ്ഠരോഗം. വഅഊദു ബിക മിനൽ ജുനൂൻ, ഭ്രാന്ത്. റസൂൽ എടുത്തു പറഞ്ഞു, വഅഊദു ബിക, ഞാൻ നിന്നോട് കാവൽ തേടുന്നു, മിനൽ ജുനൂൻ, മാനസിക വിഭ്രാന്തി. എന്തുകൊണ്ടും. അതുകൊണ്ട് തന്നെ ഉലമാക്കൾ പറഞ്ഞു, നമുക്കായാലും മറ്റുള്ളവർക്കായാലും മാനസിക നില തെറ്റിപ്പോകുന്ന അവസ്ഥകളെ ശ്രദ്ധിക്കണം. ചിലപ്പോ ഒരു വാക്ക് മതിയാവും അവരുടെ മാനസിക നില തെറ്റാൻ, ചിലപ്പോ ഒരു കാഴ്ച മതിയാവും. പെണ്ണുങ്ങളോട് ഖബറിസ്ഥാനിൽ പോകണ്ടെന്ന് പറയാനുള്ള പ്രധാന കാരണം എന്താണ്? ഇതാണ് ആ പ്രശ്നം. അവർക്ക് ടെൻഷൻ വരും. ഖബറിലെത്തി മയ്യത്തും ഖബറടക്കുന്നതെല്ലാം കണ്ടു, അല്ലെങ്കിൽ മയ്യത്തിനെ പറ്റി ഓർത്തു, ചിലപ്പം ഇത് തെറ്റിപ്പോകാനുള്ള ചാൻസ്. അങ്ങനെ എത്ര ആൾക്കാരുണ്ട് ചെറിയ വിഷയത്തിൽ തെറ്റിപ്പോകുന്ന ആൾക്കാർ. വളരെ ശ്രദ്ധിക്കണം. ഒമിൻ സയ്യിഇൽ അസ്ഖാം, മോശമായ എല്ലാ രോഗങ്ങളിലും ഞാൻ നിന്നോട് കാവൽ തേടുന്നു. അതിൽപ്പെട്ടതാണ് ജുനൂൻ, ഭ്രാന്ത്. ഭ്രാന്ത് വന്നു, വുദൂ ചെയ്ത് കഴിഞ്ഞ ആളാണ്, പക്ഷെ വുദൂ ഇനി ആ ഭ്രാന്ത് മാറിയാൽ ഉടനെ നിസ്കരിക്കാൻ പറ്റൂല, വുദൂ ചെയ്തിട്ടേ നിസ്കരിക്കാൻ പറ്റുള്ളൂ. ഔ സുക്രി,
അതല്ലെങ്കിൽ ലഹരി പദാർത്ഥം ഉപയോഗിക്കൽ കൊണ്ട് ബുദ്ധി നീങ്ങിയാൽ, ഉദാഹരണത്തിന് ബുദ്ധി നീങ്ങുന്ന ലഹരി ഏതാ? കള്ള്. അനുഭവസ്ഥരില്ലാത്തോണ്ട് നമുക്ക് പറയാൻ കഴിയില്ല. NDM, കഞ്ചാവ്, ഇടുക്കി ഗോൾഡ്, നമ്മൾ IG. പിന്നെ സിഗരറ്റ് വലിച്ചാലോ? ഒന്നും മുറിയില്ല. വലിക്കാൻ പറഞ്ഞല്ലേ, അള്ളാഹു കാക്കട്ടെ. സിഗരറ്റ് വലിച്ചാലും ബീഡി വലിച്ചാലും ഒന്നും മുറിയില്ല. എന്തുകൊണ്ടില്ല? സവാലുൽ അഖൽ സംഭവിക്കുന്നില്ല. ഉണ്ടോ? സിഗരറ്റ് വലിച്ചാൽ ബുദ്ധിക്ക് സ്ഥിരത പോയി പോവോ? ഇല്ല. സ്വബോധത്തോടെ ഉണ്ടാവില്ലേ? പിന്നെ ഒരു രസം. അതുകൊണ്ടാണ് ഹനഫി മദ്ഹബിൽ സിഗരറ്റ് വലി എന്തല്ല, ഹറാമല്ല. അതുകൊണ്ടാണ് മുലാലമാലക്ക് ഹദ്ദസന എന്ന് പറഞ്ഞ് വായിക്കും. അൻ നബി ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനത്തെ അനിമികളുണ്ട്, അങ്ങനത്തെ ഉസ്താദുമാരുണ്ട്. കാരണം അവർക്ക് മദ്ഹബിൽ എന്തില്ല, ഇത് ഹറാമില്ല, കറാഹത്ത് മാത്രമാണ്. പക്ഷെ അല്ല, മുഹഖിഖീങ്ങളായ ഉലമാക്കൾ, ഹനഫി ഉലമാക്കൾ തന്നെ പറഞ്ഞു, നമ്മള് ലഹരി വെച്ചുകൊണ്ടല്ല സ്മോക്കിംഗ് ഹറാമാക്കിയത്. മറിച്ച് ലാ തുൽഖൂ ബിഐദീകും ഇല തഹ്ലുക, നിങ്ങൾ സ്വയം നിങ്ങളുടെ ശരീരത്തെ നശിപ്പിക്കരുത് എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അത് രോഗങ്ങൾ ഉണ്ടാക്കും, അതിനെ കൊണ്ടാണ് ഹറാം എന്ന് പറഞ്ഞത്. ബീഡി വലിച്ചതിനെ കൊണ്ട് എന്താവൂല? വുദൂ ചെയ്ത് മഗ്രിബിന് നോമ്പ് കാലത്ത് സ്മോക്കേഴ്സ് ഉണ്ടാവുമല്ലോ, വുദൂ ചെയ്ത് ഫ്രഷ് ആയിട്ട് കത്തിച്ചിട്ട് കാത്തു നിൽക്കുകയാണ്. അള്ളാഹു കേൾക്കുമ്പോ തന്നെ നോമ്പ് മുറിച്ച്, വുദൂ മുറിയില്ല, എന്തായി? നോമ്പ് മുറിഞ്ഞു. അതേസമയം അഖില് നീങ്ങിയാൽ കള്ളു കുടിച്ചു, ഈ കഞ്ചാവിന് അടിമപ്പെട്ടു, അള്ളാഹു കാക്കട്ടെ, ഇങ്ങനെ എന്തെങ്കിലും വന്നുകൊണ്ട് ലഹരി പദാർത്ഥം കൊണ്ട് നീങ്ങിയാലും വുദൂ മുറിയും. ഔ ഇഗ്മാഇൻ, അതല്ലെങ്കിൽ ബോധക്ഷയം കൊണ്ട് ബുദ്ധി സ്ഥിരത നഷ്ടപ്പെടാം, അയാൾക്കും വുദൂ മുറിയും. ഔ നൗമിൻ, അല്ലെങ്കിൽ ഉറക്കം കൊണ്ടും, മുസ്തഗ്റഖിൻ, വെറും ഉറക്കമല്ല, നല്ല ഉറക്കം. വെറും ഉറക്കമാണെങ്കിൽ ആരൊക്കെ ചുമ്മാ ഇപ്പം ബാത്തിലായിട്ടുണ്ടാവും, ഷറാഹത്തായിട്ട് ഉറങ്ങുന്നല്ലേ. മുസ്തഗ്റഖായ ഉറക്കാണെങ്കിൽ നോമ്പ് പോകും. നല്ല ഡീപ്പ് ഉറക്കം, അഥവാ ഇഹ്സാസ് ഇല്ലാത്ത ഉറക്കം, പരിസര ബോധം നഷ്ടപ്പെട്ട ഉറക്കം. ജുമാക്കൽ നമ്മൾ ഉറങ്ങൽ എങ്ങനെയാ? നിങ്ങൾ പറയാം, നമ്മള് മുകളിലായതുകൊണ്ട് ഉറങ്ങാൻ കഴിയില്ലല്ലോ, ഉറക്കം പറയണ്ടേ അല്ലേ? ആൾക്കെന്തോ ശബ്ദം കേൾക്കുന്നുണ്ട്, ശബ്ദം കേൾക്കുന്നുണ്ട്, ആൾക്കാരെ നടക്കുന്ന ഇരിക്കുന്നെല്ലാം അറിയുന്നുണ്ട്, പക്ഷെ ആള് ഉറക്കലാണ്. അത് വുദൂഇനെ മുറിക്കൂല. അതായത് ഇദാ കാന അന്നൗമു നുആസൻ, തൂങ്ങി ഉറക്കമാണെങ്കിൽ, ലാ യദ്ഹബു മഅഹുൽ ഇഹ്സാസ്, ആ ഉറക്കിനോടൊപ്പം നമ്മളുടെ മാനസിക സാന്നിധ്യത അത് പോകുന്നില്ലെങ്കിൽ ആ ഉറക്ക് കൊണ്ട് നോമ്പ് വുദൂ മുറിയൂല. ഏതുപോലെ കഅയ്യകൂന ജാലിസൻ ഔ ഖായിമൻ, ഇരുന്നിട്ടോ കിടന്നിട്ടോ ഉറങ്ങുന്നത് പോലെ. ശരി അല്ല, ഇരുന്നിട്ടോ നിന്നിട്ടോ. ശരിക്കും ഉറക്കം എന്ന് പറയുന്നത് കിടന്നിട്ടുള്ള ഉറക്കാണ്. അതറിയണമെങ്കിൽ രാത്രി മംഗലാപുരത്തേക്ക് ജനറൽ കമ്പാർട്ട്മെന്റിൽ കയറണം. അപ്പാണ് ഉറക്കിന്റെ നിഅമത്തും എങ്ങനെയാ ഉറങ്ങുന്നതെന്നും മനസ്സിലാവുക. ജാലിസായിട്ട് ഉറങ്ങിയാലും ഉറക്ക് പൂർത്തിയാവില്ല, നിന്നുകൊണ്ട് ഉറങ്ങിയാലും ഉറക്ക് പൂർത്തിയാവൂല. ഉറക്കല്ല അത്, ശരിക്കും പറഞ്ഞാൽ ഉറക്കിന്റെ മുന്നോടിയായിട്ടുള്ളൊരു തൂക്കം, അത് വുദൂ മുറിയൂല. അതന്നെ, അവിടെ ശരിക്കും ഉറങ്ങാനും കഴിയില്ല. ശരിക്കുള്ള ഉറക്കിലേക്ക് എത്തുന്നതിന് മുമ്പ് വീണിട്ടുണ്ടാവും, അപ്പൊ എണീറ്റോളും. അത് ശരിക്കും എന്താവൂല, വുദൂഇനെ മുറിക്കുന്ന ഉറക്കമല്ല. കാരണം മാത്രമല്ല, ഫഹസല ലഹു നുആസുൻ ഫഖഫിഖ റഅസുഹു, ചില ആളുകൾക്ക് ഉറക്കം വരും, തല ഇങ്ങനെ താവും ചെയ്യും, തൂങ്ങിപ്പോവുമല്ലോ. അങ്ങനെ വന്നാലും അത് വുദൂഇനെ മുറിക്കുന്ന ഉറക്കമല്ല. അതുകൊണ്ട് പ്രശ്നമില്ല. എന്ത് ചെയ്തോ, ജുമാക്ക് അടുത്ത ഉറങ്ങിക്കോന്നല്ല, അടുത്ത തന്നെ ഇരുന്നതാ പറഞ്ഞു, എണീച്ചു പോകണ്ട, ഉറങ്ങാൻ പറഞ്ഞല്ല. കാരണം ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് കാണാം. അനസ് റളിയല്ലാഹു തആല പറഞ്ഞു, കാന അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യനാമൂന സുമ്മ യുസല്ലൂൻ വലാ യതവദ്ദഊൻ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കൾ ഉറങ്ങുമായിരുന്നു,
പിന്നെ അവർ വുദൂ ചെയ്യാതെ നിസ്കരിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. കിടന്നുറക്കത്തെ പറ്റിയല്ല പറഞ്ഞ് ഒരു ഹദീസിൽ വ്യക്തമായിട്ട് പറഞ്ഞു. ഇമാം അബൂദാവൂദ് റഹ്മഹുല്ലാഹു ധരിച്ച ഹദീസിൽ പ്രകാരം കൂടിയുണ്ട്. കാന അസ്ഹാബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യന്തദിഊന അൽ-ഇശാഅ അൽ-ആഖിറ. സഹാബാക്കൾ ഇശാഇന്റെ അവസാനത്തെ സമയത്തെ പ്രതീക്ഷിച്ചിരിക്കുമായിരുന്നു. അപ്പൊ ഇശാഇന്റെ അഫ്ദലായ സമയം എപ്പോഴാ? ബാങ്ക് കൊടുത്ത് 20 മിനിറ്റ് കഴിഞ്ഞിട്ടല്ല, 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. അതാണ് അഫ്ദലായ ടൈം. അതായത് നമ്മളിപ്പോഴത്തെ ഒരു 8 മണി, ഒരു 9 മണി കൂട്ടിക്കോ. അങ്ങ് 12 മണിയൊക്കെ നമ്മൾ പറയും, ശരിയല്ല. കാരണം എന്താ വെച്ചാല് നമ്മൾ ഇന്ന് കണക്ക് കൂട്ടുന്ന 12 മണി എന്ന ആ നേരം, സമയമല്ല, ആ നേരം സഹാബാക്കളെ സംബന്ധിച്ച് 9 മണിയാകുമ്പോഴേക്കും 12ന്റെ ഫീലിംഗ് ആയി. എന്താ കാര്യം? മഗ്‌രിബോട് കൂടി അന്തരീക്ഷം ഇരുട്ടിലായി. ആ കാലത്ത് ഒച്ചപ്പാടില്ല, ബഹളമില്ല, കോലാഹലങ്ങളില്ല, വീടുകളിൽ ആ എണ്ണ വിളക്ക് കത്തിക്കും, അതില്ലാത്ത വീടും അവിടെ ഉണ്ടാവും. ശാന്തമായി, നിശ്ചലമായി. മഗ്‌രിബാകുമ്പോഴേക്കും മൃഗങ്ങൾ എന്താവും? 4 കാലുള്ളത്, 2 കാലുള്ളത് പുറത്തിറങ്ങും. നമ്മളെ പുരക്കെല്ലാം 10 മണിയാവും എന്ത് ചെയ്യണം? അപ്പം ചുട്ട് തീരാൻ. 11 മണിയാവും തിന്നാൻ വെക്കാൻ. എല്ലാരും അല്ല, എന്നാലും പൊതുവെ മുസ്ലിം ഉമ്മത്തിന്റെ രാത്രിയുടെ രീതി എന്ന് പറഞ്ഞാൽ, കോഴിക്കോടൊന്ന് ഇറങ്ങി നോക്കിയാൽ നിങ്ങൾ, ഇരുകാലികൾ എന്ത് ചെയ്യും? സൂര്യൻ അസ്തമിക്കലോടുകൂടി പടച്ചവൻ പറഞ്ഞ പോലെ വിശ്രമത്തിലേക്ക് അങ്ങ് നീങ്ങും. അങ്ങനെയാണ് ശരിക്കും നമ്മളും വേണ്ടത് സത്യം പറഞ്ഞാൽ. അതുകൊണ്ടല്ലേ ഉലമാക്കള് രാത്രി ഷിഫ്റ്റ് ഉണ്ടല്ലോ, ജോലി, അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതിന് ബർക്കത്ത് കുറവാണ്. കാരണം പകൽ നിങ്ങൾക്ക് ജോലി ചെയ്യാനുള്ളതും രാത്രി വിശ്രമിക്കാനുള്ളതുമാണ്. അള്ളാഹു അങ്ങനെയാണ് സെറ്റപ്പ് ആക്കിയിരിക്കുന്നത്. അതിനെ നേരെ ഉൾട്ടമ്മളാക്കിയാലോ വിപരീത ഫലം ചെയ്യും. കാരണം അള്ളാഹു ഒരു ത്രാസിലാണ് ഭൂമിയെ സംവിധാനിച്ചിട്ടുള്ളത്, എല്ലാ സംവിധാനങ്ങളെയും. നമ്മളായിട്ട് അതിനെങ്ങനെ ആക്കിയാൽ എല്ലാം തകടം പറയും. പിന്നെ നമ്മൾ രോഗിയാവും. അള്ളാഹിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് വേറെ നഷ്ടങ്ങൾ വരും. അള്ളാഹുവിനെ ആക്ഷേപിച്ചിട്ട് കാര്യമില്ല. എന്താണോ റബ്ബ് ചെയ്യാൻ പറഞ്ഞ അത് ചെയ്തില്ല, വേറെ രീതി ചെയ്തു. അള്ളാഹിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അള്ളാഹുവിന്റെ തർത്തീബ് തെറ്റൂല. സൂറത്തുൽ മുൽക്കിന്റെ ആദ്യം പറഞ്ഞല്ലേ, മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുൽ ഫർജിഉൽ ബസർ കറതൈനി യൻഖലിബു ഇലൈക്കൽ ബസറു ഖാസിഅൻ വഹുവ ഹസീൻ. അള്ളാഹു പറഞ്ഞത്, നീ നോക്ക്, ഒന്നും കൂടെ നോക്ക്, നിന്റെ നോട്ടം എളിഭനായി, നിരാശനായി, പരാജയപ്പെട്ട് തിരിച്ചു വരും. എന്നാലും അള്ളാഹുവിന്റെ തർത്തീബിൽ ഒരു ന്യൂനതയും ഉണ്ടാവില്ല. ആ തർത്തീബ് അനുസരിച്ച് നമ്മൾ പോയാലോ നമുക്ക് ന്യൂനതയില്ല. തർത്തീബ് നമ്മളായി തെറ്റിച്ചാൽ നമ്മളായിട്ട് നമുക്ക് എന്തുണ്ടാക്കും? പ്രശ്നങ്ങൾ ഉണ്ടാക്കും, സ്വാഭാവികം. അപ്പൊ അതാണ് ഇശാഇന്റെ ശരിക്കുള്ള അഫ്ദലായ ടൈം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിലപ്പോൾ വരാൻ വൈകും. അപ്പൊ അവര് പള്ളിയിൽ വന്ന് കാത്തിരിക്കും. കാത്തിരിക്കുന്നതിന്റെ ഇടയിൽ അവർ ഉറങ്ങിയിട്ട് തല ഇങ്ങനെ താഴോട്ട് പോകും. പിന്നെ റസൂലുള്ളാഹി വരുമ്പോ എല്ലാവരും എണീക്കും. ജഗത്തിന് നിസ്കരിക്കും. എന്ത് ചെയ്യില്ല? വുദൂ ചെയ്യാറുണ്ടായിരുന്നില്ല. കാരണം ഇവിടെ ഈ നിന്നിട്ടോ ഇരുന്നിട്ടോ ഇങ്ങനത്തെ ഉറങ്ങിയാൽ വുദൂ മുറിയൂല. നല്ല ഗാഢ ഉറക്കിലേക്ക് പോയാലേ വുദൂ മുറിയുള്ളൂ എന്ന് പറയാൻ കാരണം, ഉറക്കല്ല ഇവിടെ വുദൂഇനെ മുറിക്കുന്നത്, മറിച്ച് അശുദ്ധിക്കുള്ള ചാൻസ് ആണ്. കാരണം അല്ലാഹു റസൂൽ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളുടെ മലദ്വാരത്തിന്റെ അടപ്പ് എന്ന് പറയുന്നത് 2 കണ്ണുമാണ്. കാരണം കാഷ്ടിക്കാൻ നമ്മൾ വിചാരിക്കണം, ഗ്യാസ് പോകാനോ വിചാരിക്കണം. വിചാരിച്ചാലും പോവും, ഇല്ലെങ്കിലും സാധനം പോവും. നല്ല ചന മസാലയും നമ്മളെ ദാൽ ഷരീഫിന്റെ ഫ്രൈയും ഇതെല്ലാം നന്നായി തിന്ന് റാഹത്താക്കി പള്ളിയിലേക്ക് വരുന്ന വഴിക്ക് നമ്മൾ വിചാരിക്കാൻ എന്ത് ചെയ്യും? കണ്ണ് തുറന്നിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് പിടിച്ചു വെക്കാൻ പറ്റും. പക്ഷെ അങ്ങനെ പിടിച്ചു വെക്കരുത് എന്നാണ് എന്ത് ശാസ്ത്രം, ഗ്യാസ്. കാരണം അത് ഡോക്ടർ അങ്ങനെ തന്നെയല്ലേ, മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാക്കും. കണ്ണ് തുറന്നിരിക്കുന്ന അവസ്ഥയിൽ ഗ്യാസ് മനഃപൂർവ്വം നമ്മൾ എന്ത് ചെയ്യില്ല, വുദൂയോടുകൂടി വിടൂല. കണ്ണടഞ്ഞു പോയാൽ നമ്മൾ അറിയാണ്ട് പോവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് മലദ്വാരത്തിന്റെ സഹിന്റെ അടപ്പാണ് 2 കണ്ണുകൾ. ഈ 2 കണ്ണും
ഉറങ്ങിക്കഴിഞ്ഞാൽ ഉറങ്ങിയാൽ ചിലപ്പോൾ പോവാനുള്ള ചാൻസ് ഉണ്ട്. അവിടെ എണീച്ചാൽ എന്ത് ചെയ്തോളണം? വുദൂ ചെയ്തോളണം. ഉറങ്ങിയത് കൊണ്ടല്ല എന്ത് ചെയ്തത് വുദൂ മുറിഞ്ഞ്, മറിച്ച് അശുദ്ധിയാവാനുള്ള ചാൻസ് ആ ഉറക്കിലുണ്ട്. അതുകൊണ്ടാണ്. ഗുഹ്യ ഭാഗം തൊട്ടാൽ വുദൂ മുറിയല്ലോ. ഉറക്കം ചിലപ്പോൾ എന്തായി പോവാം, തൊട്ടുപോവാം. അപ്പൊ അതിന് ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ആ പറഞ്ഞത്. പക്ഷെ ഇരുന്നിട്ടും നിന്നിട്ടുള്ള ഈ ഉറക്കിൽ അതിന് ചാൻസ് ഇല്ല. കാരണം കുറച്ച് ബോധത്തിലാണ് ഇരിക്കുന്നത്. അപ്പൊ അതാണ് മൂന്നാമത്തെ വുദൂഇനെ മുറിക്കുന്ന കാര്യം. ഭ്രാന്ത് കൊണ്ടോ ലഹരി കൊണ്ടോ ബോധക്ഷയം കൊണ്ടോ നല്ല ഗാഠമായ ഉറക്കം കൊണ്ടോ ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുക. അങ്ങനെ ആയാൽ വുദൂ ബാത്തിലാകും. നാലാമത്തേത് മസ്സുൽ മർഅതി ബിശഹ്വ, വികാരത്തോടുകൂടി സ്ത്രീകളെ തൊടുക. സ്ത്രീ എന്നാ പറഞ്ഞ അതിൽ നിന്ന് നമുക്ക് മാറ്റിവെക്കാം ആരെ? മഹ്റമുകളെ. മുലകുടി ബന്ധം കൊണ്ടോ രക്തബന്ധം കൊണ്ടോ കെട്ടുബന്ധം കൊണ്ടോ, ഇതാണ് ഇസ്ലാമിലെ 3 ബന്ധങ്ങൾ. നമുക്ക് മെഹറമായ അജ്നബി അല്ലാത്തവരെ മാറ്റിവെക്കാം. അവരെ തൊട്ടാൽ എന്തായാലും എന്താവൂല, വുദൂ മുറിയില്ല. പക്ഷെ അവരാണെങ്കിലും ഒരു മസലയുണ്ട്. നമുക്ക് ആ സ്ത്രീകളുടെ ശരീരത്തിൽ കാണാനുള്ള ഔറത്തിന് പരിധിയുണ്ട്. മെഹറമാണെങ്കിലും നമ്മുടെ സ്വന്തം പെങ്ങന്മാരാണെങ്കിൽ ഭാര്യ മാത്രമേ എന്തുള്ളൂ, ശരീരം മുഴുവനും നമുക്ക് കാണാനുള്ള അവകാശമുള്ളൂ. ബാക്കി മെഹറമുകളിൽപ്പെട്ട ഉമ്മയടക്കം പെങ്ങന്മാരടക്കം ഇസ്ലാമിന് പരിധിയുണ്ട്. കൈത്തണ്ട സഹോദരിമാരാണെങ്കിൽ കൈത്തണ്ട, അതേപോലെ പെരടി, ഈ കഴുത്ത്, അതിന് താഴോട്ട് കണ്ടുകൂടാ. മാറല്ല, അതിന്റെ മുകളിൽ തന്നെ താഴത്തെ ഭാഗം കണ്ടുകൂടാ. കണങ്കാല് കണ്ടുകൂടാ. നെരിയാണിക്ക് താഴെ മാത്രമേ കാണാൻ പാടുള്ളൂ, അതിന്റെ മുകളിൽ കണ്ടുകൂടാ. എന്ത് കാര്യം എന്ന് വെച്ചാല് പിശാചിന്റെ ഏറ്റവും വലിയ അമ്പാണെന്ത്? നോട്ടം. അവിടെ സ്വന്തം ബന്ധം രക്തബന്ധം അതൊന്നും പിന്നെ പിശാച് കയറിയാൽ ഉണ്ടാവൂല. എത്ര കഥകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അഭിമാനമില്ലാത്ത സംസ്കാര ശൂന്യമായ എന്തെല്ലാം കഥകൾ കേൾക്കുന്നുണ്ട്. അവിടെ ഇസ്ലാം വളരെ ശക്തമായിട്ടാണ് ഹിജാബിന്റെ വിഷയം സംസാരിച്ചത്. സ്വന്തം പെങ്ങളോ മോളാണെങ്കിലും പ്രായമായി കഴിഞ്ഞാൽ പിന്നെ മകളുടേതും ഉപ്പാരെ മുമ്പിൽ നിശ്ചയിക്കപ്പെട്ട ഹിജാബുണ്ട്. അങ്ങനെ എല്ലായിടത്തും നോക്കാൻ പറ്റില്ല. അത് ഭാര്യ മാത്രമേ അവകാശപ്പെട്ടതായിട്ട് ഉള്ളൂ. പക്ഷെ എന്നാൽ മസ്സുൽ മർഅ, ഇതിൽ 3 മസ്അലകളാണ് പ്രധാനമായും ഉള്ളത് ഉലമാക്കൾക്കിടയിൽ. പെണ്ണിനെ തൊട്ടാ വുദൂ മുറിയോ ഇല്ലേ? ഒന്ന്, ശൈഖുൽ ഇസ്ലാം ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മഹുല്ലാഹു തആല പറഞ്ഞ അഭിപ്രായമാണ്. അത് ശഹ്വത്തോടുകൂടി പെണ്ണിനെ തൊട്ടാൽ മുറിയും, ശഹ്വത്തില്ലെങ്കിൽ മുറിയില്ല. അന്യരാണെങ്കിലും അതായത് കാരണം അത് തൊട്ടുപോക്കാണ്, മനഃപൂർവ്വം തൊടുന്നതല്ല. ഇപ്പൊ ബസ് കയറുമ്പോൾ ചിലപ്പോൾ കൈമുട്ടി പോവാം. തവാഫ് ചെയ്യുമ്പോൾ എത്ര പെണ്ണുങ്ങളെ കൈയും കാലം മുട്ടുന്നുണ്ട് നമ്മുടെ മേത്ത്, വുദൂ പോവില്ല. എന്നാൽ ശഹ്വത്തോട് തൊട്ടാ വുദൂ മുറിയാൻ കാരണം ആ തൊടൽ തൊട്ടു പോയതല്ല, അറിഞ്ഞുകൊണ്ട് തൊട്ടതാണ്. അതിനുള്ള പണിഷ്മെന്റ് ആണ് വുദൂ എന്ത് ചെയ്യും, മുറിയും. അപ്പൊ വികാരത്തോടു കൂടി ഒരു പെണ്ണിനെ തൊട്ടാൽ വുദൂ. ഇതാണ് ഒരു അഭിപ്രായം. രണ്ടാമത്തെ അഭിപ്രായം വികാരത്തോടെയാണെങ്കിലും അല്ലാതെയാണെങ്കിലും പെണ്ണിനെ തൊട്ടുപോയാൽ വുദൂ മുറിയും. ഇത് രണ്ടാമത്തെ അഭിപ്രായം. മൂന്നാമത്തെ അഭിപ്രായം വികാരത്തോടെയാണെങ്കിലും വികാരത്തോടെയല്ലെങ്കിലും പെണ്ണിനെ തൊട്ട വുദൂ മുറിയൂല. ഇതാണ് 3 അഭിപ്രായം ഉലമാക്കൾക്ക് ഉള്ളത്. ഇതിൽ വൽ അസഹു അൽ അഖ്വാൽ, ഈ പറയപ്പെട്ട 3 ഖൗലുകളിൽ ദലീലിനോട് ഏറ്റവും യോജിച്ചതും സഹീഹായതുമായ ഖൗല് ശൈഖുൽ ഇസ്ലാം ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മഹുല്ലാഹു തആല സ്വീകരിച്ച നിലപാടാണ്. അഥവാ ഒരു പെണ്ണിനെ, ഏത് പെണ്ണാണെങ്കിലും തൊട്ടുപോകൽ കൊണ്ട് വുദൂ മുറിയൂല. എന്നാൽ ശഹ്വത്തോടു കൂടി അറിഞ്ഞു തൊട്ടതാണെങ്കിൽ അവന്റെ വുദൂ മുറിയുകയും ചെയ്യും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വൃദ്ധരായ പ്രായം ചെന്ന ആളുകളെ തൊടാൻ അനുവദിച്ചതും യുവാക്കളോട് തുടരുത് എന്ന് പറഞ്ഞതും. കാരണം ഭാര്യമാരെ തൊട്ടാലും വുദൂ മുറിയൂല. ഇനി അവരെയും വികാരത്തോടെ തൊട്ടതാണെങ്കിലോ വുദൂ മുറിയും. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു മസ്അലയാണ്. അപ്പൊ അതാണ് നാലാമത്തെ നവാഖിൽ, വുദൂഇനെ മുറിക്കുന്ന നാലാമത്തെ കാര്യം, വികാരത്തോടു കൂടി പെണ്ണിനെ സ്പർശിക്കുക. വികാരമില്ലെങ്കിൽ വുദൂ മുറിയൂല, ആരെ തൊട്ടാൽ.
അഞ്ചാമത്തത് മസ്സുൽ ഫർജി ബിൽ യദി ഖുബുലൻ കാന ഔ ദുബറ. മുൻദ്വാരമാവട്ടെ പിൻദ്വാരമാവട്ടെ കൈകൊണ്ട് സ്പർശിക്കുക. പിൻദ്വാരം എന്ന് പറഞ്ഞാൽ ചന്തിയല്ല, മലദ്വാരം, മലം പുറത്തേക്ക് വരുന്ന സ്ഥലം തൊട്ടാലാണ് ഈ പറഞ്ഞു. അല്ലാതെ ചന്തി തൊട്ടാ വുദൂ മുറിയൂല. ഹാദല്ലദീ ഇഖ്താറഹു അശ്ശൈഖ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹുവിന്റെ ഖൗല് പ്രകാരം ഇതും വുദൂഇനെ മുറിക്കുന്ന കാര്യങ്ങളിൽ പെട്ടതാണ്. അതാണ് ഭൂരിപക്ഷം ഉലമാക്കളുടെയും അഭിപ്രായം. ഗുഹ്യ ഭാഗം തൊട്ടാൽ വുദൂ മുറിയും. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം, ചില ആലിമീങ്ങൾക്ക്, ചില ഉലമാക്കളുടെ അഭിപ്രായത്തില് തൊട്ടുപോവൽ കൊണ്ട് എന്താവൂല, മുൻദ്വാരമോ പിൻദ്വാരമോ തൊട്ടാൽ വുദൂ മുറിയൂല എന്ന അഭിപ്രായമുണ്ട്. പക്ഷേ അസഹായ, ഏറ്റവും ശരിയായ അഭിപ്രായം വുദൂ മുറിയും എന്നാണ്. കാരണം ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു സുല്ലല്ലാഹു എന്താ പറഞ്ഞത്, അലൈക്കും ബിസുന്നതി വസുന്നത്തിൽ, സലഫികൾക്ക് ഈ ഹദീസ് അറിയില്ലേ, അലൈക്കും ബിസുന്നതി മൻ യഇശ് മിൻകും ഫസയറ ഇഖ്തിലാഫൻ കസീറാ ഫഅലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ അദ്ദു അലൈഹാ തമസ്സകൂ ബിഹാ അദ്ദു അലൈഹാ ബിന്നവാജിദ്. ഹദീസ് കേൾക്കാത്ത സലഫികൾ ലോകത്തുണ്ടാവില്ല, ഉണ്ടായിക്കൂടാ. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം, അലൈക്കും ബിസുന്നതി, എന്റെ സുന്നത്തിനെ മുറുകെ പിടിക്കണം, വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ, സന്മാർഗികളായ എന്റെ ഖലീഫമാരുടെയും സുന്നത്തിനെ മുറുകെ പിടിക്കും. 4 ഖലീഫമാരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിന്റെ ദലീലാണെന്ന് പറഞ്ഞു നിൽക്കണം. ഈ വിഷയത്തിൽ അവരുടെ അഭിപ്രായം നമുക്ക് എന്ത് ചെയ്യാം, ദീനിന്റെ അഭിപ്രായമായി സ്വീകരിക്കാം. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നിസ്കരിച്ചുകൊണ്ടിരിക്കുക. അദ്ദേഹം വസ്ത്രം ശരിയാക്കിയപ്പോ, ഇന്നത്തെ പോലെ ഷഡ്ഡിയും ഇതൊന്നുമില്ല അക്കാലത്ത്, ലങ്കോട്ടിയും ഇല്ല. പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിൽ ലങ്കോട്ടി ഉണ്ടല്ലോ, അതും അന്നില്ല. ഒരു തുണി ഉടുക്കും, വേറൊരു തുണി പുതക്കും, അല്ലെങ്കിൽ ഒരു സർവാൽ ഉണ്ടാവും, ഒരു 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 എന്തായാലും പറയാ യൂപിക്കാരുടെ ഡ്രസ്സില്ലേ, പൈജാമ, അത് റസൂലുള്ളാഹി തങ്ങളും ധരിച്ചിട്ടുണ്ട്. നല്ല ലൂസുള്ള പൈജാമ, അതിന്റെ മുകളിൽ ഒരു നീളം കുപ്പായം, ഇത്രേ ഉണ്ടാവുള്ളൂ. അപ്പൊ അദ്ദേഹം നിസ്കരിച്ചുകൊടുക്കുമ്പോൾ വസ്ത്രം നേരെയാക്കുന്ന സമയം കൈ മുൻദ്വാരത്തിന് തട്ടിപ്പോയി. അപ്പൊ തന്നെ കൈ ഇളക്കിയിട്ട് പോയിട്ട് വുദൂ ചെയ്തിട്ട് വന്നു. അപ്പം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു മനസ്സിലാക്കിയതും എങ്ങനെയാണ്, കൈകൊണ്ട് ഗുഹ്യ ഭാഗം തൊട്ടുപോയാൽ വുദൂ മുറിയും. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ്, ഇമാമുസ് സുന്ന, അദ്ദേഹം ഒരിക്കൽ ജനാബത്ത് കൂടി കുളിച്ച് കഴിഞ്ഞതിന് ശേഷം വുദൂ ചെയ്തു. അപ്പൊ മോൻ അബ്ദുള്ള ചോദിച്ചു, യാ അബതി, ജനാബത്ത് കുളിക്ക് മുമ്പ് എന്തായാലും നിങ്ങൾ വുദൂ ചെയ്യുമല്ലോ, എന്നിട്ടല്ലേ ഈ കുളിക്കുന്നത്, പിന്നെന്തിനാ രണ്ടാമതും വുദൂ ചെയ്തത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ കുളിയുടെ ഇടയിൽ ഗുഹ്യ ഭാഗം തൊട്ടുപോയി, അതുകൊണ്ട് രണ്ടാമതും ഞാൻ വുദൂ ചെയ്തത്. അപ്പൊ എന്ത് മനസ്സിലായി, കൈകൊണ്ട് അറിഞ്ഞോണ്ടും അറിയാതെയും ഗുഹ്യ ഭാഗം തൊട്ടാൽ വുദൂ മുറിയും. അതാണ് ശൈഖുൽ ഇസ്ലാമിന്റെയും അഭിപ്രായം. ഇനിയോ സവാഉൻ കാന മസ്സ ഫർജഹു ഔ ഫർജി ഗൈരിഹി, അതേ സമയത്ത് മറയോട് കൂടിയാണെങ്കിൽ ഇല്ല കേട്ടോ, ഡ്രസ്സിന്റെ മുകളിൽ കൂടിയാണെങ്കിൽ ഇല്ല, അത് പ്രശ്നമല്ല. ഇത് മറയില്ലാതെ കൈ സ്പർശിക്കുന്നതിനെ പറ്റി പറയും. ഇനി മാത്രമല്ല, ഇവൻ സ്വന്തം ഗുഹ്യ ഭാഗമാണെങ്കിലും മറ്റുള്ളവരുടേതാണെങ്കിലും രണ്ടാളെയും വുദൂ എന്താവും, മുറിയും. ഇപ്പൊ ഡോക്ടർമാർക്ക് അങ്ങനത്തെ സാഹചര്യം വരൂലേ ചികിത്സിക്കുമ്പോ, ഇപ്പൊ ഭാര്യ ഭർത്തക്കന്മാര് കൂട്ടാൻ ചാൻസ് ഉണ്ട്. ഇനിയോ സ്പർശിക്കപ്പെട്ടത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും, അപ്പൊ ഉമ്മ കുഞ്ഞിനെ കുളിപ്പിക്കാൻ തൊട്ടുപോയാലോ ഉമ്മന്റെ വുദൂ മുറിയും. ചെറുതാവട്ടെ വലുതാവട്ടെ, ഗുഹ്യ ഭാഗം കൈ കൊണ്ട് തൊട്ടാൽ, കൈ ഇന്ന് തൊട്ടാലോ വുദൂ മുറിയില്ല. കാലുകൊണ്ടൊന്ന് ചൊറിഞ്ഞാലോ വുദൂ മുറിയില്ല. ഏത് എന്നാണ് കൈ കൊണ്ട് ഉദ്ദേശം, ഇതുകൊണ്ട് തൊട്ടാൽ, ഇതിന്റെ പുറവും ഉള്ളും അരികും. ശാഫിഈ മദ്ഹബിൽ എന്തേ ഉള്ളൂ, മുൻകൈയിന്റെ പള്ള കൊണ്ട് തൊട്ടാൽ എന്നാണുള്ളത്. അപ്പൊ ഇത് പറയുമ്പോൾ ഉസ്താദ് ചോദിക്കടാ, മുൻകൈന്റെ പള്ള എന്ന് പറഞ്ഞാൽ ഇതാണ്, അപ്പൊ പുറം കൊണ്ട് തൊട്ടാൽ എന്ത് ചെയ്യില്ല, വുദൂ മുറിയില്ല. അരി കൊണ്ട് തൊട്ടാലോ മുറിയൂല. അപ്പൊ ഒരുത്തൻ ഇങ്ങനെ പിടിച്ചിട്ട് മൂത്രിച്ചാലോ, ആർക്കോ സംശയമുണ്ട്. അതാണ് പുള്ളറെന്ന് പറഞ്ഞു വുദൂ മുറിയില്ല, കാരണം ഇടയിലല്ലേ മൂത്രയ്ക്കുന്നത് ചിന്തിക്കൂല.
അപ്പൊ കൈകൊണ്ട് ഉദ്ദേശം പുറവും കഫിന്റെ ഉള്ളും പുറവും അരികും എല്ലാം ഇതിൽ പെട്ടു. ഇതിലേത് ഭാഗം കൊണ്ടാണെങ്കിലും വുദൂഉ ബാത്തിലാവും. മിനൽ അഹ്യാഇ അവിൽ അംവാത്, ജീവനോടെ ഉള്ളവരുടെ തൊട്ടാലും ശരി മയ്യത്തിന്റെ തൊട്ടാലും വുദൂഉ മുറിയും. അപ്പം ശരിക്കും എന്ത് ചെയ്യണം? വളരെ ശ്രദ്ധിക്കേണ്ട സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. വുദൂഓട് കൂടി ഗുഹ്യഭാഗം തൊടുന്ന അവസ്ഥ ഉണ്ടായിക്കൂടാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, മൻ മസ്സ ദക്കറഹു, ആരെങ്കിലും അവന്റെ ദക്കർ തൊട്ടാൽ ഫല്യതവദ്ദ, അവൻ എന്ത് ചെയ്യട്ടെ? വുദൂ ചെയ്യണം. ഇതാണ് അഞ്ചാമത്തത്. ഗുഹ്യ ഭാഗം മുൻദ്വാരമാവട്ടെ പിൻദ്വാരമാവട്ടെ കൈകൊണ്ട് സ്പർശിക്കുക, മറയില്ലാതെ. മറയുണ്ടെങ്കിൽ ഇതൊന്നും ഒരു പ്രശ്നമല്ല. ആറാമത്തത് അഖ്ലു ലഹ്മിൽ ജസൂർ, ഒട്ടകത്തിന്റെ ഇറച്ചി തിന്നുക. പിന്നെ നമ്മൾ കേരളക്കാർക്ക് പൊതുവെ അത് ഇല്ല. ഇങ്ങോട്ട് സൗത്ത് ഇന്ത്യയിൽ, നോർത്ത് ഇന്ത്യയിലൊക്കെ ഒട്ടകത്തിന് അറക്കം തിന്നുന്നൊക്കെ ഉണ്ട്. എന്തുകൊണ്ടാണ് ഒട്ടകത്തിന്റെ ഇറച്ചി എന്ന് ചോദിച്ചാൽ അല്ലാഹു അഅലം. ഹദീസ് സഹീഹ, രണ്ട് ഹദീസ് വിഷയത്തിലുണ്ട്, കേട്ടോളൂ. ഫിൽ വുദൂഇ മിൻ അക്ലി ലഹ്മിൽ ഇബ്ലി ഖൗലാൻ ലിൽ ഉലമ, ഒട്ടകത്തിന്റെ ഇറച്ചി തിന്നാൽ വുദൂ ചെയ്യണോ വേണ്ടേ എന്ന വിഷയത്തിൽ ഉലമാഇന് രണ്ട് ഖൗലുകളുണ്ട്, രണ്ട് അഭിപ്രായങ്ങളുണ്ട്. അഹദുഹുമാ ഖൗലുൽ ജംഹൂർ, ഒന്ന് ഭൂരിപക്ഷം ഉലമാക്കളുടെയും അഭിപ്രായമാണ്. വഹുവ അന്നഹു ലാ യതവദ്ദഉ മൻ അകല ലുഹൂമുഹ, ഒട്ടകത്തിൽ ഇറച്ചി തിന്നതിന്റെ പേരിൽ വുദൂ ചെയ്യേണ്ടതില്ല. ഇതാണ് ഒരു അഭിപ്രായം. അതാണ് ജംഹൂർ, ഭൂരിപക്ഷം ഉലമാക്കൾ. വൽ ഖൗലു സാനി, രണ്ടാമത്തെ അഭിപ്രായം വുജൂബുൽ വുദൂഇ മിൻ ദാലിക്, ഒട്ടകത്തിന്റെ ഇറച്ചി തിന്നാൽ വുദൂ നിർബന്ധമാണ് എന്ന അഭിപ്രായമാണ്. വസവാഉൻ കാന ലഹ്മു നൈഅൻ ഔ മത്ബൂഖ, ആ ഇറച്ചി പാചകം ചെയ്യപ്പെട്ടതാണെങ്കിലും വേവിച്ചതാണെങ്കിലും അല്ലെങ്കിലും അതിന്റെ ഇറച്ചി എന്ന ആ ഇറച്ചി തിന്നാൽ വുദൂ നിർബന്ധമാണ്. വഅമ്മ അൽബാനുഹ, ഒട്ടകത്തിന്റെ പാല്, വമറഖു ലഹ്മിഹ, ആ ഇറച്ചിയിട്ട കറി, വകദാലിക തആമു അല്ലദീ തബഖ മഅഹ മഅ ലഹ്മിഹ, ഇറച്ചിയോടൊപ്പം പാചകം ചെയ്ത ബിരിയാണിയോ മന്തിയോ എന്താ വെച്ചാൽ അത് ആ ഭക്ഷണം, ഫൈൻ ഇസ്തിഅമാല ദാലിക, അത് ഉപയോഗിക്കൽ ലാ യൻഖുദുൽ വുദൂ, വുദൂനെ മുറിക്കൂല. അപ്പൊ ഈ ഇറച്ചി തിന്നാ മാത്രമേ വുദൂ മുറിയുള്ളൂ. ഇതാണ് രണ്ടാമത്തെ അഭിപ്രായം. വയദുല്ലു ലിൽ വുദൂഇ, വുദൂ ചെയ്യണം എന്നതിന്റെ ദലീല് ഹദീസു ജാബിർ ഇബ്നു സമുറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്. ഒരാള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അഅതവദ്ദഉ മിൻ ലുഹൂമിൽ ഗനം, ആട്ടിന്റെ ഇറച്ചി തിന്നാൽ ഞാൻ വുദൂ ചെയ്യണോ? ഖാല, റസൂലുള്ളാഹി പറഞ്ഞു, ഇൻ ശിഅത ഫതവദ്ദ, വേണമെങ്കിൽ വുദൂ ചെയ്തോ, വഇൻ ശിഅത ഫലാ തതവദ്ദ, അല്ലെങ്കിൽ എന്ത് ചെയ്യണ്ട, ചെയ്യണ്ട. എന്ന് തിന്നാൽ, ആട്ടിറച്ചി തിന്നാൽ. ഖാല, ഈ സഹാബി ചോദിച്ചു, അതവല്ലഉ മിൻ ലുഹൂമിൽ ഇബിൽ, ഒട്ടകത്തിന്റെ ഇറച്ചി തിന്നാൽ ഞാൻ വുദൂ ചെയ്യണോ? ഖാല നഅം, റസൂലുള്ളാഹി പറഞ്ഞു വേണം. ഫതവദ്ദ മിൻ ലുഹൂമിൽ ഇബിൽ, ഒട്ടകത്തിന്റെ ഇറച്ചികൾ തിന്നാൽ വുദൂ ചെയ്യണം എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. പിന്നെ അദ്ദേഹം ചോദിച്ചു, ഉസല്ലി ഫീ മറാബിദിൽ ഗനം, ആടുകളെ കെട്ടിയിടുന്ന ആല, അവിടെ വെച്ച് എനിക്ക് നിസ്കരിക്കാൻ പറ്റുമോ? ഖാല നഅം, റസൂലുള്ളാഹി പറഞ്ഞു അത് നിസ്കരിച്ചോളൂ. അപ്പൊ അദ്ദേഹം ചോദിച്ചു, ഉസല്ലി ഫീ മബാരിക്കിൽ ഇബിൽ, ഒട്ടകത്തിന്റെ ആലിൽ വെച്ച് നിസ്കരിക്കാൻ പറ്റുമോ? ഖാല ലാ, റസൂലുള്ളാഹി പറഞ്ഞു ഇല്ല, പറ്റൂല. ഇത് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന സഹീഹായ ഹദീസ്. ഈ ശൈഖുൽ ഇസ്ലാം ഒട്ടകത്തിന്റെ ഇറച്ചി തിന്നാൽ വുദൂ നിർബന്ധമാണെന്നുള്ള വിഷയം പറയാൻ കാരണം ഈ ഹദീസാണ്. സഹീഹായ നസ്സ് നമ്മുടെ മുമ്പിലുള്ളപ്പോൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിൽ അർത്ഥമില്ല. ഇറച്ചി തിന്നാൽ, ഒട്ടകത്തിന്റെ ഇറച്ചി തിന്നാൽ വുദൂ ചെയ്യുക, ഖലാസ്. അത് എന്തുകൊണ്ടാണ് അല്ലാഹു അഅലം. പക്ഷെ ഒരു കാര്യം വരുന്നുണ്ട് ഹദീസ്, രണ്ടാമത്തെ ഹദീസ് അതാണ്. അത് ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ലാഹ് സഹീഹായി ഉദ്ധരിച്ചിട്ടുള്ളതാണ്. ബർറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു,
സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ വുദൂഇ മിൻ ലുഹൂമിൽ ഇബിൽ. ഒട്ടകത്തിന്റെ ഇറച്ചി തിന്നാൽ വുദൂ വേണോ എന്ന വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സഹാബി ചോദിച്ചു. ഫഖാല, അത് റസൂലുള്ളാഹി പറഞ്ഞു, തവദ്ദഉ മിൻഹാ, ഒട്ടകത്തിന്റെ ഇറച്ചി തിന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? വുദൂ ചെയ്യണം. വസുഇല അൻ ലുഹൂമിൽ ഗനം, ആട്ടിന്റെ ഇറച്ചിയെ പറ്റി ചോദിച്ചപ്പോൾ ഫഖാൽ ലാ തവദ്ദഉ മിൻഹാ, വുദൂ ചെയ്യേണ്ട കാര്യമില്ല എന്നും പറഞ്ഞു. വസുഇല അനി സ്വലാത്തി ഫീ മബാരിക്കിൽ ഇബിൽ, ഒട്ടകത്തിന്റെ ആലയിൽ വെച്ച് നിസ്കരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഫഖാൽ ലാ തുസല്ലു ഫീ മബാരിക്കിൽ ഇബിൽ, ഒട്ടകത്തിന്റെ ആലയിൽ നിങ്ങൾ നിസ്കരിക്കരുത്. ഫഇന്നഹാ മിനശ് ശയാത്തീൻ, കാരണം ഒട്ടകങ്ങൾ പിശാചുക്കളിൽ പെട്ടതാകുന്നു. അതിന്റെ ശറഹിൽ ചില മുഹദ്ദിസീങ്ങൾ പറഞ്ഞു, ഈ ഒട്ടകം നമ്മൾ സാധാരണ കണ്ടിരിക്കുന്നത് പിന്നെ തൊട്ടാവാടി എന്നല്ലേ, പാവപ്പെട്ടൊരു സാധനം. പക്ഷെ ചൂടായ ഒട്ടകത്തെ കണ്ടിട്ടുണ്ടോ? ഒന്ന് ജസ്റ്റ് ഗൂഗിളിൽ നോക്കി നോക്കി, ദേഷ്യം പിടിച്ച ഒട്ടകം ചേത്താൻ കയറിയ പോലെ ഉണ്ടാവും അതിന്റെ പ്രകടനങ്ങൾ. അല്ലാഹു അഅലം, നമുക്ക് എന്തെന്നുള്ള അറിയില്ല. ആട്ടിന്റെ ആളയിൽ നിസ്കരിക്കാൻ പറഞ്ഞു, ഒട്ടകത്തിന്റെ ആളയിൽ വെച്ച് നിസ്കരിക്കണ്ടെന്നും പറഞ്ഞു സഹാബിനോട്. അതിന്റെ കൂടെ തന്നെ വുദൂഉം പറഞ്ഞു. അതുകൊണ്ട് മാത്രമല്ല, ആടുകളെ പറ്റി ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, സല്ലു ഫീഹാ, നിങ്ങൾ അവിടെ നിസ്കരിച്ചോളിൻ, ഫഇന്നഹാ ബറക, കാരണം അത് ആടെന്താണ്? ബർക്കത്തുള്ള സ്ഥലം. എന്നാൽ ഒട്ടകോ ശൈത്താനോടാണ് റസൂലുള്ളാഹി ഉപമിച്ചത്. അല്ലാഹു അഅലം, അതിന്റെ പുറകിലുള്ള ഹിക്മത്ത് അല്ലാഹു റസൂലുഹു അഅലം. പക്ഷെ എന്തായാലും ഹദീസ് കൊണ്ട് എന്ത് സ്ഥിരപ്പെട്ടു? കഴിച്ചാൽ വുദൂ ചെയ്യണമെന്ന് നസ്സ്, സഹീഹായ നസ്സ് കിട്ടി. അതുകൊണ്ട് തന്നെ ശൈഖുൽ ഇസ്ലാം പറഞ്ഞു, വുദൂ മുറിയുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് ഒട്ടകത്തിന്റെ ഇറച്ചി തിന്നു കഴിഞ്ഞാൽ വുദൂ ചെയ്യണം. ഇവിടെ ഒരു മസലയുള്ളത്, ഈ വുദൂ കൊണ്ടുള്ള ഉദ്ദേശം കയ്യും കാലും മുഖവും കഴുകുന്നതിനെ പറ്റിയാണോ, അതല്ല ശരിക്കുള്ള വുദൂവിനെ പറ്റി തന്നെയാണോ? മനസ്സിലായോ? വുദൂ ചെയ്യണം എന്ന് പറഞ്ഞല്ലോ, അതാണ് നേരത്തെ ഭൂരിപക്ഷം ഉലമാക്കളും വുദൂ വേണ്ടെന്ന് പറയാൻ കാരണം. അവരെന്ത് വ്യാഖ്യാനിച്ചു? ഇവിടെ തവദ്ദഉ എന്ന് പറഞ്ഞ വാക്കിനർത്ഥം കയ്യും കാലും മുഖവും കഴുകുന്നതിനാണ്. ഇറച്ചി തിന്നിട്ട് കഴുകുമല്ലോ, അതാണ് ഉദ്ദേശമെന്ന്. പക്ഷെ വുദൂ നിർബന്ധമാണെന്ന് പറഞ്ഞ ഉലമാക്കൾ സമർത്ഥിച്ചത് ശരിയാണ്. കാരണം ഈ ഹദീസിനോടൊപ്പം ഉള്ള രണ്ട് വിഷയമാണ്. ഒന്ന്, ഒട്ടകത്തിന്റെ ഇറച്ചി തിന്നാ വുദൂ ചെയ്യണോ, ആട്ടിന്റെ തിന്നാ വുദൂ ചെയ്യണോ. അതിനോടൊപ്പം എന്തും ചോദിച്ചിട്ടുണ്ട്, ആരയിൽ നിസ്കരിക്കാൻ പറ്റുമോ? അപ്പൊ ശരിക്കും ആ വുദൂ എന്തിനു വേണ്ടി എടുത്തതായിരിക്കും? നിസ്കരിക്കാൻ വേണ്ടി തന്നെ. അപ്പൊ എന്തല്ല, വെറുതെ കൈ കഴുകിയതും വായി കഴുകിയതും മാത്രമല്ല, നിസ്കരിക്കേണ്ട ശർഈയായ വുദൂ തന്നെയാണ് അവർ എടുത്തത്. അതിനെപ്പറ്റി തന്നെയാണ് ചോദിച്ചത്. അതുകൊണ്ട് വെറും കഴുകലല്ല, വുദൂ ആണ് ഉദ്ദേശം. ഒട്ടകത്തിന്റെ ഇറച്ചി തിന്നു കഴിഞ്ഞാൽ വുദൂ ചെയ്യേണ്ടതുണ്ട്. ഭൂരിപക്ഷം എതിരാണെങ്കിലും നമ്മുടെ കൈമിൽ എന്തുണ്ട്? രണ്ട് സഹീഹായ ഹദീസുകൾ വ്യക്തമായിട്ടുണ്ട്. അതുകൊണ്ട് അതും വുദൂവിനെ മുറിക്കുന്ന കാര്യങ്ങളിൽ പെട്ടതാണ്. നമുക്ക് ഇവിടെ വിഷയം വരുന്നില്ല. പക്ഷെ ഉംറക്കെല്ലാം പോയാൽ ചിലപ്പോൾ അവിടെ എന്ത് ചെയ്യും? ഉംറന്റെ ടീം ഒട്ടകാണോ പോത്താണോ ഇതൊന്നും അറിയില്ല. എന്നാൽ അവര് പറയും, ഇന്ന് ഒട്ടകത്തിന്റെ ഇറച്ചിയാണ്, രാത്രി എല്ലാവരും ഉണ്ടാവണം തന്നെ പറയും. ഒട്ടകം നമ്മൾ എന്ത് ചെയ്യും? അത് തിന്നും ചെയ്യും. ഞാൻ എപ്പോഴും പറയും, കൂടെ വന്ന ആൾക്കാരോട് ഒട്ടകത്തിന് ഇറച്ചി എന്നാ പറഞ്ഞത്, വുദൂ മുറിഞ്ഞിട്ടുണ്ടാവും, വുദൂ ചെയ്യണം. കാരണം ഹദീസ് സഹീഹായ നമ്മുടെ കൈമിൽ ഉണ്ട്. ഇതാണ് ആറാമത്തെ വുദൂ മുറിയുന്ന കാര്യം. ബാക്കി ഇൻഷാ അല്ലാഹ് അല്ലാഹു കാര്യങ്ങളെ വ്യക്തമായി മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.